ഏപ്രിൽ 9 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമായിരുന്നു വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയിലും ചൂരൽമലയിലും നിർമ്മിച്ച വീടുകളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. ഒരു മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ആ വീടുകൾ ആർക്കും കൈമാറിയില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം എവിടെ എത്തിയില്ല, ദുരിതബാധിതർ ഇന്നും പെരുവഴിയിലായ വാർത്ത പുറത്തു വരികയാണ്. സർക്കാർ ശരിക്കും വയനാട് ദുരിതബാധിതരെ വഞ്ചിക്കുകയാണെന്നോ ചെയ്തത്? തീർച്ചയായും സർക്കാർ ആദ്യം മുതൽ വയനാട് ദുരന്തബാധിതരോട് കാണിച്ച ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് ശരിയായ രീതിയായിരുന്നില്ല. സർക്കാർ വലിയ തോതിൽ ഫണ്ട് വയനാടിന് അല്ലെങ്കിൽ വയനാടിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വയനാടിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ നിലപാടായിരുന്നു. വയനാട് ദുരന്തം നടന്നപ്പോൾ സർക്കാരിന്റെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് പിരിച്ച് വീട് വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ വയനാടിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ വലിയ രീതിയിൽ സർക്കാർ മുന്നോട്ട് വരികയും ഒരു വലിയ എമൗണ്ട് തന്നെ സർക്കാർ കളക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ യഥാർത്ഥ അവകാശികൾക്ക് അല്ലെങ്കിൽ യഥാർത്ഥ വയനാടുകാർക്ക് ഇതൊന്നും എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വയനാടിനോട് സർക്കാർ, അതിപ്പം സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും വയനാട് എന്ന് പറയുന്ന ജില്ലയെ അവഗണിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ അതിന്റെ പിന്നിൽ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. വയനാട്ടിലെ ജനങ്ങളോട് ഒരു നീതിയും ഈ സർക്കാർ, സംസ്ഥാന സർക്കാരും കാണിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരും കാണിച്ചിട്ടില്ല. ആ ഫണ്ടിൽ പോലും, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ പോലും അഴിമതിയും കള്ളത്തരവുമാണ് കാണിച്ചത്. പിന്നീട് ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി ചോദിക്കുന്നത് UDF ഇത്ര വീട് അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്ര വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അത്തരം വിവാദങ്ങളിലേക്ക് പോകുമ്പോഴും സർക്കാർ പറഞ്ഞ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത കാര്യങ്ങൾ പോലും ചെയ്യാനായില്ല. പിന്നീട് വലിയ രീതിയിൽ കഴിഞ്ഞ മാസം വലിയൊരു ആഘോഷം എന്ന രീതിയിൽ ഒരു പരിപാടി നടത്തി, അല്ലെങ്കിൽ വലിയ രീതിയിൽ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ്. നമുക്കറിയാം ദുരന്തം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തുകയും അവിടുത്തെ നിലവിൽ MLA ആയിട്ടുള്ള T സിദ്ദിഖ് വേദിയിൽ സംസാരിക്കാൻ കയറുമ്പോൾ കൂവുകയും പോലുള്ള, അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. ഇപ്പൊ അടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ സമയമായി, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴും വയനാടിന് വേണ്ടി അല്ലെങ്കിൽ വയനാടുകാരെ ചേർത്ത് പിടിക്കാനോ വയനാടിനെ പഴയ അവസ്ഥയിൽ എത്തിക്കാനോ ഈ സർക്കാർ ഒന്നും ചെയ്തില്ല. സർക്കാർ അന്നും ഇന്നും വയനാടിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന തന്നെയാണ്. ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണം, ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണം എവിടെയും എത്തിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏപ്രിലോട് കൂടി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ ടൗൺഷിപ്പിൽ താമസ സൗകര്യം ഒരുക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ ടൗൺഷിപ്പിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മഴക്കാലത്തിന് മുമ്പ് സുരക്ഷിതമായി വീട്ടിലേക്ക് മാറാൻ കഴിയുമോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ ആ ദുരിതബാധിതർ എല്ലാം തന്നെയുള്ളത്. ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടടക്കം നിരവധിയായ ആരോപണങ്ങൾ ഈ വയനാട് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിനെല്ലാം മറികടന്ന് സർക്കാർ പറഞ്ഞത് ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും, അവർക്ക് ആശ്രയമായി അവർക്ക് എല്ലാ സൗകര്യങ്ങളും അടച്ചുറപ്പുള്ള വീട് ഈ സർക്കാരിന്റെ സ്വപ്നമാണ്, അത് യാഥാർത്ഥ്യമാക്കും. കേരളത്തിലെയും പുറത്തെയും ജനങ്ങളിൽ നിന്നും വൻകിട കുത്തക മുതലാളിമാരിൽ നിന്നടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാങ്ങിയ സംഭാവന ഉപയോഗിച്ചാണ് ആ വീട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. എന്നാൽ ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണം എവിടെയും എത്താതെ ഈ തെരഞ്ഞെടുപ്പ് മുഖത്തും നിർമ്മാണം പാതി വഴിയിൽ നിലച്ച ഒരു സാഹചര്യമാണ് എന്നൊരു കാര്യത്തിൽ തർക്കമില്ല. മാർച്ച് 1 ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ 178 കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുമെന്നും ഏപ്രിലിൽ എല്ലാവർക്കും വീട് നൽകുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴും കൈമാറിയ വീടുകളുടെ പണി പോലും പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവിടെ പ്രത്യേകിച്ച് വയനാട് ഉരുൾപൊട്ടലിൽ അവർ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. ഒരു വലിയ ദുരന്തത്തെ നേരിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. കുറെ ആളുകൾ അവിടെ നിന്ന് വീടും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോയി. സർക്കാരിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വീട് വേണ്ട, ഞങ്ങൾക്ക് പണം തന്നാൽ മതി, ഞങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുക എന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. എന്തായാലും ഇത്രയും ഒരു ദുരിതം ഉണ്ടായ അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായ ആ ദുരന്തത്തിൽ നിന്ന് അതിജീവനത്തിന്റെ ഒരു വെളിച്ചമായി മാറിയ ആളുകളെയാണ് സർക്കാർ ദ്രോഹിക്കുന്നത്. ഉദ്ഘാടന സമയത്ത് 2300ഓളം തൊഴിലാളികളായിരുന്നു ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ
ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുത്തനെ കുറച്ചിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവ് മൂലം ഉപകരാറെടുത്ത കമ്പനികളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പണി എപ്പോൾ പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പല വീടുകളിലും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ ഉൾപ്പെടെ ഇനിയും ബാക്കിയാണ്. അതായത് കൈമാറിയ വീടുകളിലാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും പൂർത്തിയാകാതെ ഇരിക്കുന്നത്. ഇലക്ട്രിക് വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും പൂർത്തിയായാൽ മാത്രമേ ആളുകൾക്ക് അവിടേക്ക് താമസം ഉണ്ടാവുകയുള്ളൂ. മഴക്കാലം എത്തുന്നതോടെ, അതായത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് പകുതിയോടുകൂടി കേരളത്തിൽ മഴക്കാലം എത്തുകയാണ്. മഴക്കാലം എത്തിയാൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും ഈ ദുരന്തബാധിതരെ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് പലരും കഴിയുന്നത്. വാടക വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്ന ആളുകൾ അവിടെ തന്നെ തുടരാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആഘോഷമായി നടത്തിയ ഉദ്ഘാടന മാമാങ്കം വെറും രാഷ്ട്രീയ പ്രഹസനമായി മാറിയോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടൽ കേരളത്തിന്റെ നോവായാണ്, കേരളത്തിന്റെ കണ്ണീരായാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് വലിയ ഒരു നൊമ്പരമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അവിടെയുള്ള ആളുകൾക്ക്, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടിന് വേണ്ടി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനെ കൈയയച്ച് സഹായിച്ചു. ആ പണം ഉപയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ച വീടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ അതിദയനീയമായി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ മുഖത്തെങ്കിലും സർക്കാർ ഈ വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിലെങ്കിലും വീട് നിർമ്മാണം ദ്രുതഗതിയിലാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർക്ക് വീട് നൽകാനുള്ള ഒരു തീരുമാനമെങ്കിലും എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ മാസം പോലും വലിയൊരു പരിപാടി നടത്തി ഉദ്ഘാടനമൊക്കെ നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണല്ലോ, അല്ലാതെ പെട്ടെന്ന് വയനാടിനോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് സർക്കാർ വയനാട്ടിലെ ജനങ്ങളോട് ഇത്തരം ഒരു അനീതി കാണിക്കുന്നത്? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ ലാൻഡ്സ്കേപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ ഇപ്പോൾ പറയുന്നത് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവ് തന്നെയാണ് പ്രധാനമായും ഉള്ളത് എന്നാണ്. പക്ഷേ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലി പൂർത്തീകരിക്കാൻ എന്ത് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവാണെന്ന മറുപടി സർക്കാർ പറയണം. റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മറുപടി പറയണം. റവന്യൂ മന്ത്രി കെ രാജൻ അവിടെ വന്ന് പ്രസംഗിച്ചത് പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളിലെ ഇലക്ട്രിക് ജോലിയും പ്ലംബിംഗ് ജോലിയും പൂർത്തിയാക്കാൻ എന്ത് ലഭ്യത കുറവാണെന്നുള്ളതിന്റെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു സംസ്ഥാനം മുഴുവൻ, അവിടെ ഇപ്പോ സർക്കാർ എന്നോ പ്രതിപക്ഷമോ എന്നൊന്നുമില്ല. കാര്യം നമുക്കറിയാം, വയനാടെന്ന് വെച്ചാൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല, വളരെ പെട്ടെന്നുണ്ടായ ദുരന്തമാണ്. ആ ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇന്നും ഈ പറയുന്ന ക്യാമ്പുകളിൽ നിൽക്കുന്ന ആളുകളുണ്ട്, വാടക വീടുകളിലുണ്ട്. അവർക്ക് ഇന്നും സുരക്ഷിതത്വം കിട്ടിയിട്ടില്ല. അതൊക്കെ ഈ സർക്കാരിന്റെ വീഴ്ചയല്ലേ? അവിടെ മറുവശത്ത് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം നമുക്കറിയാം, വയനാടെന്ന് പറയുന്നത് എപ്പോഴും UDF അല്ലെങ്കിൽ ഒരു പരിധിവരെ UDF അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കൽ കൂടിയായിരിക്കുമോ സർക്കാർ വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നത്? അത്തരത്തിലൊരു പകപോക്കലിനുള്ള സാധ്യതയുമില്ല. പക്ഷെ സർക്കാരിന്റെ മെല്ലപ്പോക്ക് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഒരു കാലതാമസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപകരാറെടുത്ത കമ്പനികൾ അടക്കമുള്ളവർ സർക്കാരിന് വേണ്ടപ്പെട്ട കമ്പനികളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ഇത് രാഷ്ട്രീയമായി കാണേണ്ട ഒരു വിഷയം മാത്രമല്ല, ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും റവന്യൂ മന്ത്രി കെ രാജന്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. വയനാട്ടിലെയും അതോടൊപ്പം തന്നെ മറ്റ് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട് വിലങ്ങാട് അടക്കം, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ അതേ സമയത്താണ് വിലങ്ങാട് മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അവിടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്. വയനാട്ടിലെ പോലെ അത്ര വലിയ ഒരു ദുരന്തമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മേഖലയിലുള്ള ആളുകളെ ഈ പ്രകൃതി ദുരന്തത്തിനെതിരെ 2018-ലും 2019-ലും എറണാകുളം അടക്കമുള്ള ജില്ലയിലുണ്ടായ മഹാപ്രളയത്തിന്റെ കെടുതികൾ ഇന്നും ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രകൃതി ദുരന്തം താണ്ഡവമാടിയ വയനാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ ആശ്വാസം എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാകണം. കേരളം മൊത്തം സഹായിച്ചത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ടൗൺഷിപ്പ് ഒരുക്കാൻ സർക്കാരിന് പെട്ടെന്ന് കഴിഞ്ഞത്. പക്ഷേ ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന കാര്യത്തിൽ തർക്കമില്ല.